പെണ്ണേ കണ്ണിൻ തുമ്പത്തെന്തേ എന്തോ തേടിപ്പോകുന്നെന്തേ ഉള്ളം താനെ പാടുന്നെന്തേ മെല്ലെ മെല്ലെ മൂളുന്നെന്തേ മൃദുലമാധരവും മധുകണം കരുതിയോ ചിറകിലായുയരുവൻ പ്രണയമാം സലഭവും മണിമുകിലു വരയണമാരിതിൽ നിറം പകരും നിറവുകളിൽ മഴവിരലു തഴുകിയ വീണയിൽ ഉണരുമീണം നീ നിഴലിനതിരിലായി മൊഴിയാലെ നിന്നെ അറിയവേ പറഞ്ഞതെല്ലാം നിലവിൻ ലിപികളാൽ ഉയിരിന്റെ താളിൽ എഴുതി ഞാൻ മിന്നാമിന്നി കണ്ണാളെ മിന്നും മിന്നൽ പെണ്ണാളെ കരളിലൊഴുകുമൊരരുവിയലയുടെ കുളിരു നീയല്ലേ മുല്ലേ മുല്ലേ ഉള്ളിനുള്ളിൽ എല്ലാമെല്ലാം നീയേ ദൂരെ ദൂരെ നീലാകാശം മണ്ണിൽ ചായും തീരം നീയേ கண்கேட்கும் கனம் நெஞ்சுக்குள் வினா என் கூட நீ வந்தா இன்பம் என்பேனா கண்கேட்கும் கனம் நெஞ்சுக்குள் வினா என் கூட நீ வந்தா இன்பம் என்பேனா கண்கேட்கும் கனம் நெஞ்சுக்குள் வினா உன்னகவர சொல் முகவரி உன்னுடன் வர ஏன் அனுமதி தீராத நேரம் உன் கூட போதும் மாயாத நாள் மட்டும் நாம் வாழ வேணும் மாறாத ஆசை ஓயாமல் தோணும் நாள் நேரம் பாராமல் தோள் சாய வேணும் ஓ சாயாலி என்னுள் நீ பூகம்பம் செய்தாயடி ஓ சாயாலி என்னை நீ வேரோடு பேய்த்தாயடி கண்கேட்கும் கனம் நெஞ்சுக்குள் வினா என் கூட நீ வந்தா இன்பம் என்பேனா கண்கேட்கும் கனம் நெஞ்சுக்குள் வினா என் கூட நீ வந்தா இன்பம் என்பேனா ஆடிப்போ சூழ்ந்திடும் அன்பிலான வீடிது ஒரு உயிர் போலவே நாங்கள் வாழும் கூடிது ஆழி போய் சூழ்ந்திடும் அன்பிலான வீடிது ஓருயிர் போலவே நாங்கள் வாழும் கூடிது தூரத்து வானத்து மழை போல சந்தோஷம் என்றும் எங்கள் வீட்டுக்குள் கொட்டும் கள்ளங்கள் இல்லாத பாசங்கள் கொண்டிங்கு காற்றும் இங்கே தாலாட்டு மீட்டும் தேவைகள் வேறில்லை நாங்களும் வாழ்ந்திட அன்பினில் வாழ்கிறோம் இன்பம் கூடிட சாயலி என்னுள்ளே
வேகும் ஓர் நிலை கூடவே நீ வர கூறு நீயும் யோசனை தேனிலா ஆகிறேன் தூரம் நீயும் போகையில் வாவுலா போகலாம் கூதல் கூடும் வேளையில் என் கண்ணின் சாரத்தில் உன் பிம்ப மீறல்கள் ஏனோ என்னை தோற்பிக்கத்தானோ கண்ணாடி நெஞ்சின் மேல் உன் அன்பின் பாரங்கள் ஏனோ என் நெஞ்சை செல்லாக்கத்தானோ இனி தாமதம் உடன் வாழ்ந்திட நாட்களும் தீரும் சேர்வோம் வாழ்ந்திட நான் சாயலி என்னுள்ளில் பூகம்பம் செய்தாயிங்கே நான் சாயலி என்னை நீ வேரோடு வைத்தாயிங்கே கேட்கும் கனம் நெஞ்சுக்குள் என் கூட நீ வந்தாய் இன்பம் என்பேனா கண் கேட்கும் கனம் நெஞ்சுக்குள் என் கூட நீ வந்தாய் இன்பம் என்பேனா சாயாரி 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 ദൂരെ ഒരു മഴവില്ലിൻ ഏഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം ഇന്നിടവഴിയിൽ നിന്നോമൽ കാൽത്താളം നീയാം സ്വരജതിയിൽ ഈ മൗനം വാചാലം സാധ്യരാഗങ്ങളേറ്റുപാടുന്നു ഭൂമിയും വാനവും സാക്ഷിയായി ഭാവുകങ്ങളേകുന്നു ശ്യാമമേഘങ്ങളും പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളിലെ മലരുളി അഴകിലെ നാളങ്ങളിൽ എൻ കനവുകൾ വിതറിയ താരകങ്ങളെ കാണുവാൻ കാത്തു ഞാൻ ദൂരെ ഒരു മഴവില്ലിൻ ഏഴാം വർണ്ണം പോൽ തൂവൽ കവിളിണയിൽ നിൻ മായാലാവണ്യം ആരാരുമേ തേടാത്ത നിന്നുൾ നാമ്പു തേടി ആരാരുമേ കാണാത്തൊരാദാഹങ്ങൾ പുൽകി നീ പോകും ദൂരം നിഴലായി ഞാൻ വന്നിടാം തീരങ്ങൾ തേടി ചിറകേറിപ്പോയിടാം മധുരമൂറും ചിരിയാലെ നീ പ്രിയ സമ്മതം മൂളുമോ മനതാരിൻ അഴിനീക്കി നീ ഇണയാവാൻ പോരുമോ കാലമാകുന്ന തോണിയിൽ നമ്മൾ ഇന്നിതാ ചേരവേ പീലി നീർത്തുന്നൊരായിരം ജാലമെന്നിലിന്നാകവേ പവിഴമഴയേ നീ പെയ്യുമോ ഇന്നിവളെ നീ മൂടുമോ വെൺപനിമതിവളി
உலகத்தில் இசையாக நீயே மாறி காற்றில் வீசினாய், காதில் பேசினாய், மொழியில்லா மௌனத்தில் விழியாலே வார்த்தை கோர்த்து கண்ணால் பேசினாய், கண்ணால் பேசினாய். 100 ஆண்டு உன்னோடு வாழ வேண்டும் மண்ணோடு, பெண் உனை தேடும் எந்தன் வீடு. நான் பகலிரவு, நீ கதிர் நிலவு, என் வெயில் மழையில் உன் கொடை அழகு. நான் பகலிரவு, என் உறக்கங்களில் நீ முதல் கனவு. நீ வேண்டுமே இந்த பிறவியை கடந்திட, நீ போதுமே. പൊതുജനങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ ശ്രീമൻ രാജീവ് ആലുങ്കലിനെ പരിചയപ്പെടുത്തി തുടങ്ങിയതേ ഉള്ളൂ. അദ്ദേഹം അങ്ങനെ കുറഞ്ഞ വാക്കുകളിൽ ഒതുങ്ങുന്ന ഒരാളല്ല എന്നുള്ളതാണ്. 135ഓളം സിനിമകൾക്ക് വേണ്ടി ഗാനരചന നിർവഹിച്ച ഒരാളാണ് ഞാൻ ഇരിക്കുന്നത്. സൗത്ത് ഇന്ത്യയിലെ മിക്ക സംഗീത അധ്യാപകരുടെയും കൂടെ സംഗീത സംവിധായകരുടെ കൂടെ പ്രവർത്തിച്ച ഒരാളാണ്. ഇളയരാജയായാലും AR റഹ്മാനായാലും അങ്ങോട്ട് വിദ്യാസാഗർ തുടങ്ങി ഒരുപാട് പേരോടൊപ്പം സിനിമയ്ക്ക് വേണ്ടി ഗാനരചന നിർവഹിച്ച ഒരു മഹത് വ്യക്തിയാണ്. എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് അദ്ദേഹത്തിൻ്റെ ഗാനരചനയേക്കാൾ അപ്പുറം എനിക്ക് അനുഭവിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാഷണമാണ്. ഭാഷണ ചാതുരിയുള്ള ഒരു വ്യക്തിയാണ് ശ്രീമാൻ രാജീവ് ആലുങ്കൽ. 19ാമത്തെ വയസ്സിൽ പാട്ടെഴുതി തുടങ്ങിയ ആളാണ്. നമ്മളൊക്കെ കേട്ടിട്ടുള്ള ഒരുപാട് പാട്ടുകൾ, ഹരിഹരൻ പിള്ള ഹാപ്പിയാണ് എന്ന സിനിമ തുടങ്ങി ഇങ്ങോട്ട് അദ്ദേഹം ഒരുപാട് സിനിമകൾക്ക് വേണ്ടി ഗാനരചന നിർവഹിച്ചു. ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ് അറിയില്ല, ഞാനോ നീയോ. ആ ഗാനം പ്രണയിനികളുടെ കവിതാക്കളുടെ മനസ്സിൽ ആഴ്ന്നിറങ്ങിയ ഒരു ഗാനമാണെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ ഞാനിപ്പോൾ പാടാൻ പോകുന്നത് രാജീവ് ആലുങ്കൽ എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നൊരു പാട്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ ഷീബ, മക്കൾ 2 പേരും കൂടെ സംഗീതമായിട്ടുണ്ട്. അപ്പോഴോ ആലപ്പുഴ ജില്ലയിൽ നിന്നും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ അച്ഛൻ്റെ പിൻവിളി കേൾക്കാം. വൃശ്ചികക്കാറ്റുപോ എന്നെ തലോടിയ പിച്ചകപ്പൂവായുണരാം ഞാൻ കൊച്ചരിപ്പായി പറക്കാം. ഇനിയും
കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിലൂറുന്ന. ഓർമ്മിക്കണം കേട്ടോ, ആ മരത്തണൽ ഏതാണെന്നുള്ളത്, വെറും ഒരു മരം നല്ലത്. ഇനിയും കാതോർത്തു ദൂരെ നിൽക്കാം ഞാൻ. എന്തിനു വേണ്ടിയാണ്? അച്ഛൻ്റെ പിൻവിളി കേൾക്കാം. വൃശ്ചികക്കാറ്റുപോൽ എന്നെ തലോടിയ വൃശ്ചികക്കാറ്റ് ആ ഒരു എന്താ പറയാ സുഖം മനസ്സിലായില്ലേ? ആ പാട്ടോട് തന്നെ ഒഴുകി വരുന്നത്. വൃശ്ചികക്കാറ്റുപോൽ എന്നെ തലോടിയ പിച്ചകപ്പൂവായുണരാം ഞാൻ അതാണ് രാജീവ് പറഞ്ഞത്. ഇനി നമുക്ക് രാജീവ് പറഞ്ഞ ഭാഷണം കേൾക്കണം, തീർച്ചയായിട്ടും കേൾക്കണം. ഞാൻ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നത് ഞാൻ ആഗ്രഹിക്കുകയാണ്, അഭ്യർത്ഥിക്കുന്നത്. പ്ലീസ് സർ. നമസ്കാരം. ഒരുപാട് ദൂരെ ആലപ്പുഴയിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തണമെങ്കിൽ ഒരാളോട് എന്തോ ഒരു ഇഷ്ടം ഉണ്ടാവണം എന്ന് എനിക്ക് മനസ്സിലായി. 30 വർഷമായി പാട്ടെഴുത്ത് രംഗത്തുണ്ട്. ഞങ്ങൾ കേട്ട വെട്ടത്തിലെയും മല്ലൂസിലെയും റോമൻസിലെയും സൗണ്ട് തോമയിലെയും ഹാപ്പി വെഡിങ്ങിലെയും ഉത്തരാടനാപ്പാപ്പയിലെയും റോമൻസിലെയും ആനക്കള്ളനിലെയും ഹാപ്പി വെഡിങ്ങിലെയും ഒക്കെ പാട്ട് ആദ്യം പറഞ്ഞ ഇഷ്ടമാണെന്ന് ആദ്യം ചൊല്ലിയതാരാണ് എഴുതിയിട്ട് 22 വർഷമായി. നിങ്ങൾ കേട്ട വേറൊരു പാട്ടുണ്ട്, സാമവേദം ഭാവിയിലുണർത്തിയ സ്വാമി. അതും 10-15 വർഷത്തെ പഴക്കമുണ്ട് ആ പാട്ട്. പാട്ടുകളിലൂടെയാണ് ഒരാൾ അറിയപ്പെടുന്നത്. വിജയവേട്ടൻ ഇവിടെ നിന്ന് അഭിമാനിക്കുന്നത് ഒരു മകനെ കുറിച്ച് ഓർത്തിട്ടാണ്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു മകനെയാണ് ഇപ്പോൾ പരിചയപ്പെടുത്തിയത്. ഇനിയും കൊതിയോടെ കാത്തിരിക്കാം ഞാൻ ആ മരത്തണലിലാണ്. 4200ഓളം മക്കളുണ്ട് എനിക്ക്. അതിൽ ഏറ്റവും പ്രശസ്തനായ ഒരു മകനിലൂടെ ഒരു അച്ഛൻ അറിയപ്പെടുമ്പോഴാണ് അച്ഛന് ഫ്ലെക്സിൻ്റെ ഔദാര്യമില്ലാത്തത്, അച്ഛന് മറ്റൊരു ബയോഡേറ്റയുടെ ഔദാര്യമില്ലാത്തത്. അച്ഛനേക്കാൾ പ്രശസ്തനായ ഒരു പിന്നുണ്ടാവണേ എന്നാണ് അച്ഛൻ്റെ പ്രാർത്ഥന. അപ്പോൾ എന്നേക്കാൾ പ്രശസ്തമായ ടോപ്പ് 10 എന്നാണ് മരിച്ചു കഴിയുമ്പോൾ ഉണ്ടാവുന്നത്. അല്ല ടോപ്പ് 500 എന്ന് പറഞ്ഞാൽ ONV സാറിനൊന്നും വരില്ല. ടോപ്പ് 10 ഉള്ള ഒരാളാണ് ഞാൻ. എന്നേക്കാൾ പ്രശസ്തമായ 10 പാട്ടുകൾ. ആ പാട്ടുകളുടെ പിറവിയിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളുടെ മുമ്പിലാണ് എൻ്റെ കണ്ണിൽ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന കാരുണ്യം ഉണ്ടായത്. വലിയ അധികാരങ്ങളില്ലാത്ത ഞാനൊരു കേരള സർക്കാരിൻ്റെ കുമാരനാശാൻ സ്മാരകത്തിൻ്റെ ചെയർമാനാണ്. അപ്പോൾ എന്നെ ഈ ചെയർമാനാണെന്ന് പരിചയപ്പെടുത്താൻ പോലും അദ്ദേഹം മറന്നു പോകുന്നത് അതിനേക്കാൾ പ്രസക്തമായ ഒരു ഐഡന്റിറ്റി എനിക്കുള്ളതുകൊണ്ടാണ്. ഒരു 9 മാസം കഴിഞ്ഞാൽ കഴിഞ്ഞ പിണറായി സർക്കാരിൻ്റെ കാലത്ത് നിയമിതനായ ചെയർമാൻ മുൻ ചെയർമാനായിപ്പോയി. പക്ഷേ മുൻ ഗാനനേതാവായില്ല. അയാൾ മരിച്ചു കഴിഞ്ഞാലും അയാൾ മുൻ എന്ന വിശേഷണത്തിന് അർത്ഥമാണ്. ഹിന്ദുസ്ഥാൻ ലാക്സിന് MD പെൻഷനായി കഴിഞ്ഞാൽ മുൻ MD ആയിപ്പോയി. അതിന് പുറകെ അതിനേക്കാൾ ചെറിയ വണ്ടിയിൽ സഞ്ചരിക്കുന്ന ND വസുന്ധര മുൻ MD ആണ്. ഇതൊരു അക്ഷരത്തിൻ്റെ ബലമാണ്, കാരുണ്യമാണ്. ആ കാരുണ്യം ഉണ്ടാവട്ടെ. ഞാൻ ഗുരുവായൂർ വെച്ച് ഒരു യോഗത്തിൽ പങ്കെടുത്തപ്പോൾ ചോലൂർ സാർ പറഞ്ഞൊരു വാക്കുണ്ട്. നമ്മൾ വാഴനാരിൽ കാണുന്ന പൂക്കളിങ്ങനെ കോർത്തെടുക്കുന്നത്, എന്നിട്ടൊരു വേറൊരു വാഴനാരിൽ വെച്ചിട്ട് വേറൊരു വാഴനാര് കൊണ്ട് കെട്ടി ഭഗവാന് കൊണ്ട് കൊടുക്കാറുണ്ട്. കെട്ടിക്കൊണ്ടുവന്ന വാഴനാരും തോഞ്ഞു കൊണ്ടുവന്ന വാഴയിലെയും തിരുമേനി ദൂരെ വലിച്ചെറിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ആ വാഴയിൽ നിന്നുണ്ടായ ഒരു വാഴനാര് ഭഗവാനെ കെട്ടിപ്പിടിച്ച് കിടപ്പുണ്ട്. അതിൽ നന്മയുടെ പൂക്കളുള്ളതുകൊണ്ടാണ്. ഒരു വാഴയിൽ തന്നെ ഉണ്ടായ 2 നാരുകളാണ്. അതിൽ മറ്റൊന്ന് ദൂരെ വലിച്ചെറിഞ്ഞിട്ട് വേറൊരു വാഴ നാരുടെ നാര് ഭഗവാനിൽ ഇങ്ങനെ ചേർന്ന് കിടക്കുന്നത് ഈ നന്മയുള്ളതുകൊണ്ടാണ്. ഈ നന്മ ഉണ്ടാവട്ടെ, സ്നേഹത്തോടെ ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. ഒത്തിരി കാര്യങ്ങൾ പറയാം. ഞങ്ങളുടെ നാട്ടിലൊരു കല ഉണ്ട്, വില്ലടിച്ചാൻ പാട്ട് നാം കേട്ടില്ലേ? കാലാകാലങ്ങളായി ശത്രുവിനെ എതിർക്കാൻ ഉപയോഗിക്കുന്ന ഒരു ആയുധമാണ് വില്ല്. ആ വില്ല് ഉപയോഗിച്ച് പാട്ടുണ്ടാക്കിയവരാണ് നമ്മൾ. ലോകത്തൊരിടത്തും തോക്കടിച്ചാൽ പാടില്ല. ഉണ്ടോ? ലോകത്തൊരിടത്തും തോക്കടിച്ചാൽ പാടുണ്ടോ? ഇല്ല. വില്ല് നമ്മുടെ പരമ്പരാഗതമായ ആയുധം ഉപയോഗിച്ചവര് നമ്മൾ പാട്ടുണ്ടാക്കിയവരാണ്. അത്ര വലിയ സ്നേഹമുള്ളവരും
സംസ്കാരമുള്ളവരാണ്. അതുകൊണ്ടാണ് ഒരു പാട്ടിലൂടെ ഒരാളെ പരിചയപ്പെടുത്തുന്നത്, അധികാരമുള്ളത് മറന്നു പോകുന്നത്. ഈ ഔദ്യോഗികത്തിന് മുമ്പിൽ നമസ്കാരം. ഇന്നു മുതൽ നമ്മൾ എല്ലാവരും ബന്ധുക്കളാണ്. എല്ലാവരോടും എൻ്റെ സ്നേഹം, വ്യക്തിപരമായ ആത്മബന്ധം ഒക്കെ അറിയിക്കുന്നു. ഓരോ യാത്രയും തിരികെ വരാനുള്ളതായിരിക്കില്ല. ചിലപ്പോൾ ദൂരവേഗങ്ങളിൽ തമ്മിൽ പിരിഞ്ഞ് കടന്നു പോകേണ്ടവർ നമ്മൾ. ഒരു മാത്രം തൊട്ട് തലോടാൻ കുതിച്ചൊരു ഈ വിരലുകൾ അറിയാതെ തളർന്നു പോകണം. ഇനി നമ്മൾ കാണാതിരുന്നാലും ഓർമ്മയിൽ കരുതണം ഈ മഴക്കാലം. ഒരു വാർത്ത പിരിയുന്നതിന് മുൻപ് പറയുവാൻ ഇത്രയും മാത്രം. എത്ര മാത്രം? ഇനി നമ്മൾ കാണാതിരുന്നാലും ഇങ്ങനെ ഒരു യോഗം, ഇങ്ങനെ ഒരു കാഴ്ച ഇനി ഉണ്ടാവണമെന്നില്ല. ഇനി നമ്മൾ കാണാതിരുന്നാലും ഓർമ്മയിൽ കരുതണം ഈ മഴക്കാലം, ഈ സ്നേഹത്തിന്റെ മഴക്കാലം. നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം, കണ്ണീരു പെയ്യുന്ന കോലായിലെന്നോട് ശോകരാമായണം പതിരുള്ള നാടോടി നെല്ലുമായി എന്നമ്മ പടികേറിയെത്തുന്ന സായന്തനം. അരമണിക്കൂർ നേരം പറയാനുണ്ട് ഈ രണ്ടുപേരും. കണ്ണീരു പെയ്യുന്ന കോലായിലെന്നോട് ശോകരാമായണം. ഒന്നുകൂടി നമുക്ക് രാജീവ് സാറിനെ അടുത്ത് അറിയണം. കാരണം നമ്മൾ പാട്ട് ആസ്വദിക്കുന്നവരാണ്, പക്ഷേ രചനയെ എത്രത്തോളം ആസ്വദിക്കുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മൾ ആസ്വദിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. ഞങ്ങളുടെ പേര് വരുന്ന അവസരത്തിൽ ശ്രീമൻ രാജീവ് അലിന്റെ പ്രൗഢഗംഭീരമായ വാക്കുകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അർത്ഥഗംഭീരമായ വാക്കുകൾ, ഉപദേശരൂപേണയുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ നിന്ന് വിലയിച്ചെടുത്ത ഒഴിപ്പിക്കുക. അതിനുശേഷം ഇന്നൊരു പ്രഭാഷണത്തിലുള്ള വേദിയാണ് ഇത് എന്നെനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ ഇപ്പോഴിരിക്കുന്നത് നമ്മുടെ ദീനിനെയും അതുപോലെ വിസ്മയെയും ഒന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നതിന് വേണ്ടിയാണ്. പത്തായക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഒരു നവതി ആഘോഷ പരിപാടിയിൽ സംസാരിക്കാനുള്ള അവസരം എനിക്കുണ്ടായി. മഹാപണ്ഡിതനായ ഒരു ഗുരുക്കളുടെ നവതി ആഘോഷ പരിപാടിയാണ്. ആ ഗുരുക്കൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അദ്ദേഹം വാഗ്ഭടാനന്ദന്റെ ശിഷ്യനാണ്. മുംബൈയിൽ നിന്ന് വന്നിട്ടുള്ള ഭയങ്കരരായ ആളുകളൊക്കെ ഇവിടെ ഉണ്ട്. വാഗ്ഭടാനന്ദ ഗുരുദേവൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട കുറച്ചു പേരിൽ നിന്ന്, തൊഴിൽ നിഷേധിക്കപ്പെട്ട കുറച്ചു പേരിൽ നിന്ന് ഓരോ രൂപ വെച്ച് തുടങ്ങിയ 14 പേരിൽ നിന്ന് ഓരോ രൂപ വെച്ച് തുടങ്ങിയ ഒരു സ്ഥാപനം ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ സഹകരണ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ലേബർ കോൺട്രാക്റ്റിംഗ് കമ്പനിയാണ് ഊരാളുങ്കൽ. ഖത്തർ മലയാളികൾക്ക് കഴിഞ്ഞ 30 വർഷമായിട്ട് ഞങ്ങൾ പ്രിയങ്കരനായ ഉണ്ണിയാണ്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും വലിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി വരും കാലങ്ങളിൽ അറിയപ്പെടുക സംശയമില്ല ജഡായുപ്പാറയാണ്. ആ ജഡായുപ്പാറയുടെ നിർമ്മാണത്തിൻ്റെ പിറകിലുള്ള ശക്തിയായിട്ട് നിന്ന അതിൻ്റെ ഡയറക്ടർമാരിൽ ഒരാളായ ഉണ്ണിയേട്ടൻ ഖത്തറിലെത്തുന്ന ഏത് മലയാളികൾക്കും വലിയൊരു അക്കാനിയാണ്. വിനു അവിടെ നിൽക്കുന്നുണ്ട്. ഉബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണൂർ ജില്ലക്കാരുടെ കൂട്ടായ്മയാണ് ഖത്തറിലെ. ഉബാക്കിന്റെ എല്ലാമായ, അതായത് ഖത്തർ പ്രവാസികളിൽ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ആർക്കെങ്കിലും ഒരു ചെറിയ ക്ഷീണം സംഭവിച്ചാൽ, അസുഖം വന്നാൽ, മറ്റെന്തെങ്കിലും അപകടം ഉണ്ടായാൽ അവിടെ ഓടിയെത്തി അവർക്ക് വേണ്ടുന്ന മുഴുവൻ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ആളാണ് വിനോദ് വെള്ളിക്കോൽ. വിനോദ് ഇവിടെ വന്നിട്ടില്ലേ? സംസാരിച്ചില്ലേ? ബാബ വന്നിട്ട് സിനിമയുടെ ഡയറക്ടറാണ്. അതുകൂടാതെ കണ്ണൂരിലെ നമ്മുടെ പാറയുടെ
ഇപ്പുറത്തൊരു പാറയുണ്ട്. ആ പാറയുടെ അടുത്ത ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ രൂപാന്തരപ്പെട്ട് വരുന്നത് ഹെർബാഗ് ഗ്രീൻ. അതിൻ്റെ ഡയറക്ടർ കൂടിയാണ് ഉണ്ണിയേട്ടൻ. ആദരപൂർവ്വം ഉണ്ണിയേട്ടനെ നമ്മുടെ വധുവരന്മാരെ ആശംസിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. മാഷിന്റെ വാക്തോരണികളിൽ വീഴാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറയുന്നുണ്ട്, അവിടെ ഒരു വാക്തോരണി കഴിഞ്ഞിട്ട് ഞങ്ങൾ പറഞ്ഞു വിട്ട ഒരു വ്യക്തിയാണ്. വളരെ സന്തോഷം. മാഷിനെ എനിക്ക് വളരെ കുറച്ച് നാളെ പരിചയമുണ്ടെങ്കിലും രാഘവ മാഷിന്റെ ശിഷ്യനെ കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം അതിന് വേറൊരു താരം കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മാഷിന്റെ മകന്റെ കല്യാണം എന്ന് പറയുമ്പോൾ വരണോ തോന്നി. എന്നെ വിളിച്ചിരുന്നില്ല, പിന്നെ ഞാൻ മലപ്പുറം ചോദിച്ച് വളരെ സന്തോഷം. യതീന്ദ്ര മാഷ് ഉണ്ടാവുമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് വരണമെന്ന് തോന്നി. മാഷിന്റെ പിന്നെ എനിക്ക് ഫൈനലി എനിക്ക് വിളി വന്നു, ഈ ചേട്ടൻ വരണം. അതൊരു ക്ഷമാപണത്തോടു കൂടിയൊക്കെയാണെന്ന് തോന്നുന്നത്. പിന്നെ വന്നപ്പോഴാണ് വിനോദമെന്ന് പറഞ്ഞത്. ഞങ്ങളൊക്കെ ഖത്തറിൽ 15 വർഷമായിട്ട് ഖത്തർ നിവാസികളായിട്ട് പ്രവാസം വിട്ട് നിവാസികളായിട്ട് ജീവിക്കുന്നവരാണ്. മാഷ് നമ്മളുണ്ടായിരുന്ന മാഷ് നമ്മളൊരു മാർഗ്ഗദർശി കൂടിയാണ്. നിങ്ങൾ കാണുന്ന ഒരു മാഷല്ല ഈ മാഷ്. മാഷിന് വേറെ വലിയ തലമുണ്ട്. അതിലൂടെ പലർക്കും അറിഞ്ഞുകൊണ്ടെന്ന് തോന്നുന്നു. ഈ വെറും വാർത്തകളിൽ മാത്രമല്ല, മാഷെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമ്മുടെ മാഷെന്ന് അർത്ഥം കൊടുക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ് യതീന്ദ്രൻ മാഷ്. അത് വലിയ ഒട്ടും പിന്നിലല്ല, ഇനി മാഷും. വിവാഹമംഗളാശംസകളോടെ വിവന്ന പൂക്കളിതാ. വളരെ സന്തോഷം.
వేగమే తగిలే మేఘమే అసలే ఆగదు ఈ పరుగే ఒకటే గమ్యమే దారులు వేరులే పయనమే నీ పనిలే అలలే పుడుతూ మొదలే మలుపు కుదుపు నీదే ఆ అద్దమే చూపెను బ్రతుకులలో తీరే ఆ వైపరే తుడిచే కారే కన్నీరే మాటే వినదుగ 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 వేగం దిగ దుగ దిగ దుగ వేగం మాటే వినదుగ 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 వేగం 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 మాటే వినదుగ 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 వేగం దిగ దుగ దిగ దుగ వేగం మాటే వినదుగ 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 వేగం 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 పెరిగే వేగమే తగిలే మేఘమే అసలే ఆగదు ఈ పరుగే ఒకటే గమ్యమే దారులు వేరులే పయనమే నీ పనిలే అలలే పుడుతూ మొదలే మలుపు కుదుపు నీదే ఆ అద్దమే చూపెను బ్రతుకులలో తీరే ఆ వైపర తుడిచే కారే కన్నీరే చిన్న 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 నవ్వులే వెతకడమే బ్రతుకంటే కొన్ని అందులోన పంచవ మిగిలుంటే ఓ నీదనే స్నేహమే నీ మనస్సు చూపురా నీడలా నీడక సాయాన్నే నేర్పురా కట్టలని రాని చెబె కలికాని నడుచునులే బండి నడుచునులే దారి మరిపోని ఊరే మర్చిపోని కీడకులే శ్రమ విడువకులే తడియారే ఎదపై ముసిరేను మేఘం మనసంత తడిసేలా కురిసేవానా మాటే వినదుగ 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 వేగం దిగ దుగ దిగ దుగ వేగం మాటే వినదుగ 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 వేగం 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 మాటే వినదుగ 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 వేగం దిగ దుగ దిగ దుగ వేగం మాటే వినదుగ 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 వేగం 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 పెరిగే వేగమే తగిలే మేఘమే అసలే ఆగదు ఈ పరుగే ఒకటే గమ్యమే దారులు వేరులే పయనమే నీ పనిలే అలలే పుడుతూ మొదలే మలుపు